ഇന്നൽ മയ്യിത ഇദാ വുദിഅ ഫീ ഖബരി, ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ യസ്മഉ ഖഫഖൻ ആലിഹിം, കൂടെയുള്ള ആളുകളുടെ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം താഴെ കിടക്കുന്ന മനുഷ്യൻ കേൾക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹായ ഹസനായ ഇമാം ഇബ്നു ഹിബ്ബാൻ തങ്ങളും മറ്റു സുനന്റെ ഇമാമിയങ്ങളും റിപ്പോർട്ട് ചെയ്ത ഹദീസ്. മരിച്ചവര് കേൾക്കോ? കേൾക്കും. എല്ലാ സാധാരണക്കാരും കേൾക്കും. പിന്നീട് ബാക്കിയുള്ള വിഐപികളുടെ കാര്യം. ഇന്നൽ മയ്യിത ഇദാ വുദിഅ ഫീ ഖബരിഹി, ഖബറിൽ വെച്ചു കഴിഞ്ഞാൽ യസ്മഉ ഖഫഖൻ ആലിഹിം ഹീന യുവല്ലൂന അൻഹു, അവർ പിന്തിരിഞ്ഞു പോകുമ്പോൾ പോകുന്നവരുടെ ചെരുപ്പിന്റെ വാറ്, ഷൂവിന്റെ ശബ്ദം, ചെരുപ്പിന്റെ ഉരസൽ താഴെ കിടക്കുന്ന കൂട്ടുകാരൻ കേൾക്കുന്നുണ്ട്. ഫഇൻ കാന മുഅ്മിനൻ കാനത്തിസ് സ്വലാത്തു ഇൻദ റഅസിഹി, മുഅ്മിനായ മനുഷ്യനാണ് ഖബറിൽ കിടക്കുന്നതെങ്കിൽ നിസ്കാരം തലയുടെ ഭാഗത്ത് വന്ന് നിൽക്കും. വസ്സുയാമു ഇൻദ യമീനിഹി, നോമ്പ് അവന്റെ വലതു ഭാഗത്ത് വന്ന് നിൽക്കും. അല്ലാഹു നമ്മുടെ നോമ്പുകളെ സ്വീകരിക്കട്ടെ. വസ്സകാതു അൻ ശിമാലിഹി, സകാത്ത് ഇടതു ഭാഗത്ത് വന്ന് നിൽക്കും. വഫിഅലുൽ ഖൈറാത്തി മിനസ് സ്വദഖതി വസ്സിലതി വൽ മഅറൂഫി വൽ ഇഹ്സാനി ഇൻദ റിജ്ലൈഹി, ദാനം കൊടുത്തത്, കുടുംബ ബന്ധങ്ങളെ ചേർത്തിയത്, ആളുകൾക്ക് ഉപകാരം ചെയ്തത് കാലിന്റെ ഭാഗത്ത് വന്ന് നിൽക്കും. ആ മനുഷ്യനെ ശിക്ഷിക്കാൻ വേണ്ടി തലഭാഗത്തുകൂടെ വരുമ്പോൾ നിസ്കാരം പറയും, മാ ഖിബലി മദ്ഖൽ, എന്റെ ഭാഗത്തുകൂടെ വരണ്ട, ഞാൻ വിടൂല, അവൻ നിസ്കരിച്ചവനാണ്. വലതു ഭാഗത്തുകൂടെ വരുമ്പോൾ നോമ്പ് പറയും, മാ ഖിബലി മദ്ഖൽ, എന്റെ അടുത്ത് കൂടെ പോകണ്ട, ഞാൻ വിടില്ല ഇയാളെ സമീപിക്കാൻ. ഇത് നിസ്കരിച്ചിരുന്ന ആളാണ്, നോമ്പെടുത്ത ആളാണ്. ഇടത് ഭാഗത്തുകൂടെ ചെല്ലും, സകാത്ത് പറയും, ഇത് സകാത്ത് കൊടുത്തിരുന്ന ആളാണ്. കാലിന്റെ ഭാഗത്തുകൂടെ വരും, എല്ലാ നന്മകളും പറയും, ഇയാളെ ഉപദ്രവിക്കാൻ ഞങ്ങൾ വിടില്ല. ഫയുഖാലു ലഹു ഇജ്ലിസ്, ആ മയ്യിത്തിനോട് ഇരിക്കാൻ പറയും. ഫയജ്ലിസു ഖദ് മുസ്തിലത് ലഹു ശംസു വഖദ് അഖദത് ബിൽ ഗുറൂബ്, ഇരിക്കുമ്പോൾ അസ്തമയം നടക്കുന്ന പോലെ അയാൾക്ക് കാണിച്ചു കൊടുക്കും, സൂര്യൻ അസ്തമിക്കുന്ന പോലെ. ഫയുഖാലു ല, ആളോട് ചോദിക്കും, മാ ഹാദർ റജുലുൽ ലദീ കാന ഫീകും, നിങ്ങളിൽ ജീവിച്ചുപോയ ഈ ആളെ അറിയുമോ? മാ തഖൂലു ഫീഹി വമാ തശ്ഹദു ബിഹി അലൈഹി, ഇതാരാണെന്ന് നീ ഒന്ന് പറയേ, ഇതാരാണെന്ന് നീ ഒന്ന് സാക്ഷി പറയുമോ? ഒരാളുടെ ഫോട്ടോയാണ് കാണിക്കുന്നത്, ഇയാളെ നിനക്കറിയുമോ? ആ മനുഷ്യൻ പറയും, ദഊനി ഹത്താ ഉസല്ലിയ, ഞാനൊന്ന് നിസ്കരിക്കട്ടെ, എന്റെ അസ്ർ ഞാൻ നിസ്കരിച്ചിട്ടില്ലല്ലോ. നിസ്കാരം നിലനിർത്തുന്ന ഒരു മനുഷ്യന് സൂര്യാസ്തമയം കാണുമ്പോ പടച്ചവനെ ഞാൻ നിസ്കരിച്ചില്ലല്ലോ എന്ന് ഖബറിലെ ആ മയ്യിത്ത് പറയും. അത് നിസ്കാരത്തിന്റെ നേരമല്ല, പക്ഷേ സൂര്യാസ്തമയം നടക്കുന്ന പോലെ അയാൾ കാണുന്നു. അയാൾ പറയും, ഞാൻ നിസ്കരിക്കട്ടെ, എന്നിട്ട് മറുപടി തരാം. ദഊനി ഹത്താ ഉസല്ലി, ഞാൻ നിസ്കരിക്കട്ടെ എന്ന് പറയും. അവര് പറയും, ഇന്നക സതുസല്ലി, നിസ്കാരം പിന്നെ നിർവഹിക്കാം, നിനക്ക് നിസ്കരിക്കാം, അതിന് കുഴപ്പമില്ല. അഖ്ബിർനാ അമ്മാ നസ്അലുക അൻഹു, ഇതാരാണെന്ന് നീ പറഞ്ഞു തരണേ. അയാൾ പറയും, ഹുവ മുഹമ്മദുൻ റസൂലുള്ളാഹ്, ഇത് അല്ലാഹുവിന്റെ റസൂലാണ്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹു സന്മാർഗദർശനമായി സർവ്വ മനുഷ്യരിലേക്കും പറഞ്ഞയച്ച അന്ത്യദൂതനാണിത്. ഈ റസൂലാണ് എനിക്ക് ജീവിക്കാൻ പഠിപ്പിച്ചത്, ഈ റസൂലാണ് എനിക്ക് സംസ്കാരം പഠിപ്പിച്ചത്, ഈ റസൂലാണ് എന്നെ നല്ലൊരു മനുഷ്യനാക്കി തന്നത്, ഈ റസൂലാണ് ഞങ്ങൾക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയത്. മിനായ മനുഷ്യൻ തുമ്മ യുജീബുഹും, അവർക്ക് ഉത്തരം കൊടുക്കും. വീണ്ടും ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങൾക്കെല്ലാം അവർ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ചോദ്യം കേൾക്കുകയും മറുപടി നൽകുകയും ചെയ്യുന്ന ഒരു വിധത്തിൽ ആത്മാവിന്റെ ബന്ധം ശരീരത്തിലേക്ക് നൽകുന്നുണ്ട് എന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ഇന്നൽ മുഅ്മിന ഇദാ ഹദറഹുൽ മൗത്ത്, മുഅ്മിനായ മനുഷ്യന് മരണം ആസന്നമാകുമ്പോൾ ഹദറതുഹു മലായികത്തുർ റഹ്മ, കാരുണ്യത്തിന്റെ മലക്കുകൾ അങ്ങോട്ട് ഇറങ്ങി വരും. മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ സൂര്യജ്യോതിസ്, ആ മഹാനുഭാവൻ ഫാത്തിമ ഹോസ്പിറ്റലിൽ വഫാത്താകാൻ കിടക്കുമ്പോ ആ സുബഹി നേരത്തെ വാങ്ക് വിളിക്കുന്ന മുഅദ്ദിനിന്
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മറുപടി പറഞ്ഞതിൽ പിന്നെ ഒരു വാക്കുപോലും ചൊല്ലാതെ കണ്ണു ചിമ്മി ഈ ഉമ്മത്തിനോട് യാത്ര പറഞ്ഞ സമസ്തയുടെ 40 കൊല്ലത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മഹാനുഭാവനാണ് മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞ മഹാനുഭാവൻ. ഏതെങ്കിലും രണ്ടക്ഷരങ്ങളെ അപ്പുറവും ഇപ്പുറവും ഇട്ടിട്ട് കളിക്കാൻ പറയാവുന്ന പേരല്ല EK എന്ന് പറയുന്ന മഹാനുഭാവന്റെ രണ്ടക്കം. ആ ശംസുൽ ഉലമ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാനാണെന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മഹാന്മാരടക്കം വഫാത്ത് കഴിഞ്ഞിട്ടും വഫാത്തിന്റെ മുമ്പും ഇത് മഹാത്മാവാൻ, ഇത് കറാമത്തുകൾ കാണിച്ച മഹാനാണെന്ന് എത്രയാണ് അനുഭവങ്ങള്. മഹാനുഭാവന് വഫാത്ത് നടക്കുമ്പോൾ ആ റൂമിലെ ആളുകളോട് നിങ്ങളൊന്ന് മാറിക്കൊടുക്കണം, ഇവിടെ അവർക്ക് വരാൻ സ്ഥലം ചെയ്തു കൊടുക്കണം, സ്ഥലം സൗകര്യം ചെയ്തു കൊടുക്കണം. മഹാനായ ശൈഖുന പറഞ്ഞത്, അവിടെ കൂടെ ഖിദ്മത്തിന് നിന്ന മഹാന്മാരായ ഉസ്താദുമാർ ഞങ്ങളോട് ദാൽഹുദൈ ഞങ്ങൾ പഠിക്കുന്ന സമയം ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ ഒരു ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നു. മഹാനായ ശൈഖുനക്ക് ഖിദ്മത്തിന് ഉസ്താദ് നേരിട്ട് അനുഭവം പറഞ്ഞത്, മാറി നിൽക്കണം. ചില ആളുകളൊക്കെ അവിടെ വരുന്നുണ്ട്, അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കിൻ. എല്ലാവരും മാറി നിന്നു. മനുഷ്യരാരും അങ്ങോട്ട് കടന്നിട്ടില്ല മഹാനുഭാവന്റെ ആ റൂമിലേക്ക്. പിന്നെ ആരാണാവോ കടന്നു വന്നത്? മലായികത്തുർ റഹ്മ, റഹ്മത്തിന്റെ മലക്കുകളാവണം, അല്ലാതെ മറ്റാരാണ്? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാറുണ്ട്, മരണത്തിന്റെ സമയമാസന്നമായപ്പോ ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക് എന്ന് പറഞ്ഞ രാജകുമാരിയായി ജീവിക്കാൻ കഴിയുമായിരുന്ന തന്റെ ഭാര്യയോട്, തന്റെ ഭാര്യയുടെ പിതാവ് രാജാവ്, ആങ്ങള രാജാവ്, ജ്യേഷ്ഠൻ രാജാവ്, അനുജൻ രാജാവ്, ഭർത്താവ് ഭരണാധികാരി, ഇങ്ങനത്തെ ഒരു മോളായിട്ടും വളരെ സൗമ്യയായി ലളിതമായി ജീവിതം നയിച്ച ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്, ഫാത്തിമ ബിവിയോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അമവി ഭരണാധികാരികളിൽ ഖുലഫാഉർ റാഷിദീങ്ങളോട് കടപിടിക്കുമെന്ന് പറയാൻ പാടില്ല. എന്നാൽ ആ മഹാത്മാക്കളോട് പരമ്പരയിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സൂക്ഷ്മതയുടെ ആളായിരുന്ന മഹാനുഭാവൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഒന്ന് മാറി നിൽക്കണേ, ഇന്നി അറാ ഉനാസൻ ലൈസു ബി ഇൻസിൻ വലാ ജിന്നിൻ. ഫാത്തിമ, ഇവിടെ ഞാൻ ചില ആളുകളെ കാണുന്നുണ്ട്, അവര് മനുഷ്യരല്ല, അവര് ജിന്നുകളുമല്ല. മർഹബൻ അസ്സലാമു അലൈക യാ ഖലീലല്ലാഹ്, സ്വാഗതം അല്ലാഹുവിന്റെ ഖലീലായ നബിയേ, ഇബ്രാഹിം നബിയേ, നിങ്ങൾക്ക് അസ്സലാം. പിന്നെ പറഞ്ഞു, അസ്സലാമു അലൈക യാ കലീമല്ലാഹി മൂസ, മൂസ നബിയേ, നിങ്ങൾക്ക് സലാം. അസ്സലാമു അലൈക യാ റൂഹല്ലാഹി ഈസ, ഈസ നബിയേ, നിങ്ങൾക്ക് സലാം. ഈ സലാമുകളാണ് പിന്നെ കേൾക്കുന്നത്. ആ പരിശുദ്ധമായ റൂമിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾക്ക് വരാനായിരിക്കണം ഞങ്ങളോട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരെ പുറത്തു പോവാൻ പറഞ്ഞിരുന്നത് എന്ന് ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക് പിന്നീട് ഓർത്തു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങളുടെ മരണം ആസന്നമാകുമ്പോൾ അവിടെ സജ്ജനങ്ങൾ വരും, അള്ളാഹുവിന്റെ മലക്കുകള്. നിബിതങ്ങൾ പറയുന്നു, ഇന്നൽ മുഅ്മിന ഇദാ ഹദറഹുൽ മൗത്ത്, മുഅ്മിനായ മനുഷ്യന് മരണം വരുമ്പോൾ ഹദറതുഹു മലായികത്തുർ റഹ്മ, കാരുണ്യത്തിന്റെ മലക്കുകൾ അങ്ങോട്ട് വരും. കാരുണ്യത്തിന്റെ മലക്കുകൾ അവിടെ വരും. ഇൻദ സുഊദിഹാ ഇലസ് സമാഇ യഖൂലു അഹ്ലുസ് സമാ, ആ റൂഹിനെ പിടിച്ച് ആ റൂഹുമായി സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന മഹനീയമായ പട്ടിന്റെ ഉടയാടയിൽ ആ റൂഹിനെ പൊതിഞ്ഞ് സുഗന്ധമായ ആ റൂഹിനെയും കൊണ്ട് ആകാശത്തേക്ക് പോകുമ്പോൾ മലക്കുകൾ പറയും, റൂഹുൻ ത്വയ്യിബ ജാഅത് മിൻ ഖിബലിൽ അർദ്, ആകാശ ലോകത്തെ മലക്കുകൾ പറയും, ഇതാ ഭൂമിയിൽ നിന്ന് നല്ലൊരു റൂഹ് വരുന്നുണ്ട്. സ്വല്ലല്ലാഹു അലൈക വഅലാ ജസദിൻ കുൻത തഅമുരീന, ആത്മാവേ നിനക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. നീ ഏതൊരു ശരീരത്തിന്റെ കൂടെയാണോ ജീവിച്ചിരുന്നത് ആ ശരീരത്തിനും കരുണയുണ്ടാവട്ടെ എന്ന് ആ ആത്മാവിനെ ചൊല്ലി മലക്കുകൾ പറയുമെന്നും പരിശുദ്ധ റസൂലിന്റെ ഹദീസ് ഇമാം മുസ്ലിം എന്നവർ സ്വഹീഹിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാഹു സജ്ജനങ്ങൾക്ക് നൽകുന്ന മരണം അല്ലാഹു നമുക്ക് നൽകട്ടെ. അത് അനിവാര്യമായൊരു യാത്രയല്ലേ, വേണ്ടാന്ന് പറയാൻ പറ്റുമോ? നമ്മൾ വേണ്ടെന്ന് വിചാരിച്ചാലും പോവണ്ടേ?
ആ യാത്ര അല്ലാഹുവേ ഈ സദസ്സിൽ ഒരുമിച്ച് ചേർന്നതിന്റെ പേരിൽ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ തമ്പുരാനെ, എളുപ്പമാക്കി തരണേ റബ്ബേ. ചില റൂഹുകളെ ഖബറിൽ പിടിച്ചു വെക്കപ്പെടാറുണ്ട്. റഅയ്തു സാഹിബകും നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا.